ശ്രീനിവാസ സാറിന്റെ ഈ അവസാന സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ സാറിന് ഈ പറയുന്ന പോലെ ഇറങ്ങി വരാനും അങ്ങനെയൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ. അമ്മാലും സീനിയറിനെ അവിടെ വരെ കാറിലെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് കൊണ്ടുപോകുള്ളായിരുന്നു. ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന് ഈ ഒരു അസുഖം തുടങ്ങിയിട്ട് ഒരു എത്ര നാളായിട്ടുണ്ടാവും? 3-3.5 കൊല്ലായി. തുടക്കം സീനിയറിന് ഒരു ദൂരയാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ഒരു സൈഡിൽ ഇച്ചിരി വീക്കാന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോയി നോക്കിയപ്പോഴത്തേനും ചെറിയ സ്ട്രോക്കിന്റെ ആരംഭമായിരുന്നു. അങ്ങനെയാണ് തുടക്കം. പിന്നീട് അസുഖങ്ങൾ മാറി വന്നിട്ടുണ്ട്. ഷുഗർ ഉണ്ടായിരുന്നായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു ദുശീലം ഉണ്ടായിരുന്നു. സിഗരറ്റ് വലിക്കായിരുന്നു ഭയങ്കരമായിട്ട്. കഥ എഴുതുമ്പോൾ മുറിക്കാതിരുന്നിട്ട് ഡോർ അടച്ചിരുന്ന് ഭയങ്കരമായിട്ട് വലിക്കുമായിരുന്നു. പിന്നീട് 3-4 വർഷം സിഗരറ്റ് വലിക്കില്ലായിരുന്നു. അമേരിക്കൻ ട്രിപ്പ് പോയത് വഴിയാണ് തുടങ്ങിയത്. 2 കൂടുതൽ സമയവും സാറിന്റെ കൂടെ വൈഫ് മാത്രമേ ഉണ്ടായിരുന്നു. എപ്പോഴും ചേച്ചിയായിരിക്കും. ചേച്ചീനെ കണ്ടില്ലെങ്കിൽ ഇച്ചിരി വിഷമം. ചേച്ചീനെയാണ് എവിടെയും കഥ എഴുതാൻ മാറിയിരിക്കുകയാണെങ്കിൽ 3-4 സമയത്തിനും ശരിയോട് പറയും അങ്ങോട്ട് കൊണ്ടുപോകാം. രണ്ടുപേരും തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു. ഭയങ്കര സ്നേഹം. മരിക്കുന്നവരും പ്രേമായിരുന്നു. അവസാനം വരും പ്രണയമായിരുന്നു. അതെ, കൂടെ തന്നെ ഉണ്ടായിരുന്നു. ചേച്ചിയുടെ സമയം ചേച്ചി 1 മിനിറ്റ് പോലും സീനിയറിന്റെ മാറിയിട്ടില്ല. ഫുൾ ടൈം എടുത്ത് തന്നെ. ചേച്ചി ഒരിക്കലും ചിന്തിണ്ടാവില്ല. മരിച്ചിട്ടും ചേച്ചിക്ക് മനസ്സിലായില്ലായിരുന്നു. ശരി, വണ്ടി കയറുന്ന ചേച്ചിക്ക് മനസ്സിലായില്ലായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ ചേട്ടനായിരുന്നു കൂടെ ഉണ്ടായിരുന്നു എന്ന് കേട്ടു. എന്തായിരുന്നു ശരിക്കും അന്ന് എന്തായിരുന്നു നടന്നത്? ഡയാലിസിന് പോകുന്ന സമയത്ത് ഞങ്ങൾ കൊണ്ടുപോകാനായിട്ട് റെഡി ആകുമായിരുന്നു. അപ്പൊ സീനിയർ ചിരിച്ച് സംസാരം പറഞ്ഞു എനിക്കൊന്ന് നടക്കണമെന്ന് പറഞ്ഞു. ശകലം ദൂരം നടന്നപ്പോ തന്നെ സീനിയർ പറഞ്ഞു അയ്യോ വയ്യോ ചേർത്ത് കിടന്നു. എനിക്കൊന്ന് വിനീച്ചേട്ടനൊക്കെ ചെന്നൈയിലല്ലേ ഇടയ്ക്ക് ഇവിടെ എറണാകുളത്ത് വന്നാൽ അപ്പൊ ഇവിടെ വരും അച്ഛൻ്റെ അടുത്ത്. ഇങ്ങനെ മക്കള് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് വിഷമമൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല. സീനിയറിനും പണ്ട് പോലെ ഇങ്ങനെ ഷൂട്ടിങ്ങിന് പോയി മാസങ്ങളോളം മാറി സീനിയറിന്റെ പ്രശ്നം. എങ്ങനെയായിരുന്നു കൊച്ചുമക്കളോടുള്ള അവരെടുപ്പം? സീനിയറിന് കൊച്ചു വരുമ്പോഴത്തേനുള്ള സന്തോഷം ഭയങ്കര. ഒരു നോട്ടമുണ്ട്, അവർ അടുത്തേക്ക് വരുന്നുണ്ടോ നോക്കി. സീനിയറിന് മറ്റുള്ളവർ നല്ല ഭക്ഷണം കഴിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു രാസവളോ കീടനാശിനി ഒന്നും അടിക്കാണ്ട് ചെയ്യുക. ഏകദേശം 2 ഏക്കറിൽ നിന്നാണ് 102 ഏക്കറിലേക്ക് എത്തിയെന്ന് പറയുന്നുണ്ട്. കുറഞ്ഞു. ഈ വർഷം 60 ഏക്കറുള്ളൂ. ഇപ്രാവശ്യം ധ്യാനാണ് കൂടെ. ധ്യാൻ വിതച്ചതായിട്ടൊക്കെ നമ്മൾ കണ്ട ആ ഭാഗമാണല്ലേ ഇത്? അങ്ങേറ്റം വരുള്ളൂ, അവിടെ വരുള്ളൂ. സീനിയറിന്റെ കൃഷിയോടുള്ള താല്പര്യം കാരണമാണ് ഈ സ്ഥലം തന്നെ മേടിച്ചത്. ഇത് 10-30 വർഷം തരിശായിട്ട് എടുക്കുമായിരുന്നു. സീനിയറിന്റെ വന്ന് 2 ഏക്കർ കൃഷി തുടങ്ങി. പിന്നെ ഇത് മുഴുവൻ തെളിച്ചു. ഭയങ്കര കാടായിരുന്നു. ഒരു മനുഷ്യന് മുന്നിൽ പോകാൻ പറ്റില്ലായിരുന്നു. തെളിച്ച് കൃഷി തുടങ്ങി.